നമസ്കാരം. എൻ്റെ പേര് അബ്ദുൽ വാഹിദ് എന്നാണ്. ഞാൻ നിലവിൽ ഡിവൈഎഫ്ഐയുടെ ജില്ലാ കമ്മിറ്റി അംഗമാണ്. മൂന്നിയൂർ ഗ്രാമപഞ്ചായത്ത് 1-ാം വാർഡ് മെമ്പറാണ് നിലവിൽ. ഇപ്പോൾ തേഞ്ഞിപ്പലം ജില്ലാ ഡിവിഷനിൽ നിന്നും LDF സ്ഥാനാർത്ഥിയായി ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്നുണ്ട്. ഇത് TP നന്ദു നമ്മുടെ ഡിവൈഎഫ്ഐയുടെ പള്ളിക്കുന്ന് ബ്ലോക്ക് ട്രഷററാണ്. അത് അഫാം SFIയുടെ ജില്ലാ കമ്മിറ്റി അംഗമാണ്. ഇത് സിബി നമ്മുടെ പഞ്ചായത്ത് മൂന്നിയൂർ വെളിമുക്ക് മേഖലാ സെക്രട്ടറിയാണ്. അത് നമ്മുടെ ഡിവൈഎഫ്ഐ പള്ളിക്കുന്ന് ബ്ലോക്ക് കമ്മിറ്റി അംഗം അരുൺ രാജാണ്. ഞങ്ങളിന്ന് ഇവിടെ ഈ വാർത്താ സമ്മേളനം വിളിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം 2019-20 വാർഷിക പദ്ധതിയുമായി ബന്ധപ്പെട്ട് മൂന്നിയൂർ ഗ്രാമപഞ്ചായത്തിൽ വൻ അഴിമതി നടന്നു എന്നുള്ള ഒരു കാര്യം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ 2019-20 നമ്മുടെ ഗ്രാമപഞ്ചായത്ത് ഓഫീസ് മോടി കൂട്ടുന്നതിന് വേണ്ടി ഏതാണ്ട് 33 ലക്ഷം രൂപ പഞ്ചായത്ത് ചെലവഴിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഇപ്പോൾ ഓഡിറ്റ് റിപ്പോർട്ട് അടക്കം നിങ്ങളെ കയ്യിൽ വ്യക്തമായിട്ട് നമ്മൾ ഇത് തന്നിട്ടുണ്ട്. ഇത് 14/3/2018 നാഷണൽ ഹൈവേ അതോറിറ്റി ഈ ബിൽഡിംഗ് പൊളിച്ച് മാറ്റാൻ വേണ്ടിയിട്ടും ഒഴിയാൻ വേണ്ടിയിട്ടും നോട്ടീസ് കൊടുത്തതാണ്. കൃത്യമായിട്ട് അതിൻ്റെ നോട്ടിഫൈ പ്രമുഖ മാതൃഭൂമി, മനോരമ അടക്കം പത്രങ്ങളിൽ പ്രസിദ്ധീകരിച്ചതുമാണ്. മാത്രമല്ല തൊട്ടടുത്ത പഞ്ചായത്തിൻ്റെ തൊട്ടടുത്ത ബിൽഡിങ്ങുകളൊക്കെ പൊളിക്കുകയും കൂടി ചെയ്തൊരു സന്ദർഭത്തിലാണ് പഞ്ചായത്ത് ഭരണസമിതി 33 ലക്ഷം രൂപയ്ക്ക് ഓഫീസ് മോടി കൂട്ടാൻ വേണ്ടിയിട്ടുള്ള അനുമതിയും കൊടുക്കുന്നത്. അതിൻ്റെ ഭാഗമായ പ്രവൃത്തി നടക്കുകയും ചെയ്തു. ഇതിൽ ഈ ഓഡിറ്റ് റിപ്പോർട്ടിൽ തന്നെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, ഇത് നാഷണൽ ഹൈവേ അതോറിറ്റി കൃത്യമായി പഞ്ചായത്തിനും അധികാരികൾക്കും വിവരം കൊടുത്തതാണ് മറ്റുള്ള കാര്യങ്ങൾ പ്രവർത്തികൾ നടത്താൻ പാടില്ല എന്നുള്ളത്. പക്ഷേ അത് മറികടന്ന് പഞ്ചായത്ത് ഭരണസമിതി അത് ചെയ്തു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. മറ്റൊന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ പണി കഴിച്ചിട്ട് ബന്ധപ്പെട്ട എഞ്ചിനീയറിംഗ് വിഭാഗമോ അക്രഡിറ്റ് ഏജൻസിയോ ഇന്ന് വരെ അതിൻ്റെ വാല്യുവേഷൻ നടത്തിയിട്ടില്ല. അതായത് 33 ലക്ഷം രൂപയുടെ പണി എന്തായാലും പഞ്ചായത്തിൽ നടന്നിട്ടുണ്ട്. ആ പഞ്ചായത്തിന് പണി നടന്നു കഴിഞ്ഞാൽ അതിന് വാല്യുവേഷൻ നൽകേണ്ടത് പഞ്ചായത്തിൻ്റെ എഞ്ചിനീയറിംഗ് വിഭാഗമാണ്. ആ എഞ്ചിനീയറിംഗ് വിഭാഗം ഇത്ര രൂപയുടെ പണി നടന്നിട്ടുണ്ട്, ഇത്ര പണിയൊക്കെ നടന്നു കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വ്യക്തത വരുത്തേണ്ടത് എഞ്ചിനീയറിംഗ് വിഭാഗമാണ്. പക്ഷേ ആ വാല്യുവേഷൻ പോലും ഇതിൽ നടന്നിട്ടില്ല എന്നുള്ളത് ഈ ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ട് ഇവിടെ സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ഉണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ഗുരുതര പ്രശ്നമാണ് ഇതിൻ്റെ ഓർഡർ നൽകിയത്, ഇതിൻ്റെ ഒക്യുപ്പൻസിൻ്റെ ഓർഡർ നൽകിയത് ഒരു ഏജൻസിക്കും ഇതിൻ്റെ കരാർ പണി നടത്തിയത് മറ്റൊരു ഏജൻസിയുമാണ്. അത് ഗുരുതരമായിട്ടുള്ളൊരു പ്രശ്നമാണ്. അതായത് ഇതിൻ്റെ ഓർഡർ വേറൊരു ടീമിനും കരാർ വേറൊരു ടീമിനും കൊടുത്തു എന്നുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം, നമുക്ക് എല്ലാവർക്കും അറിയാം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഇത്തരം വർക്ക് നടക്കാൻ പഞ്ചായത്ത് ഭരണസമിതിയുടെ അനുമതി വേണം. എന്നാൽ പഞ്ചായത്ത് ഭരണസമിതിയുടെ അനുമതി പോലും ഇല്ലാതെയാണ് ഈ വർക്കിൻ്റെ കരാർ കൊടുത്തത് മാത്രമല്ല അതിൻ്റെ സാധനം ഓർഡർ ചെയ്തത്. അപ്പോൾ നോക്കൂ നിങ്ങൾ, ഇതിൽ അഴിമതി നടത്താനുള്ള വ്യക്തമായൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ഇപ്പോൾ ബോർഡ് തീരുമാനിക്കാതെ ഈ നവീകരണ പ്രവർത്തനത്തിന് അനുമതി കൊടുത്തു എന്നുള്ളത് ഗുരുതര വീഴ്ച. അത് നമുക്കൊരു തത്വത്തിൽ വേണമെങ്കിൽ മാറ്റിവെക്കാം. പക്ഷേ ഇതിൻ്റെ ഓർഡർ, പർച്ചേസിങ് ഓർഡർ ഭരണസമിതി തീരുമാനിക്കാതെ കൊടുത്തു എന്നുള്ളത് വലിയ ഗുരുതരമായൊരു ഗൂഢാലോചന നടന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. അതോടൊപ്പം തന്നെ ഇതിൽ സൂചിപ്പിക്കുന്നുണ്ട് തുകയുടെ ഭൂരിഭാഗവും പാഴ്ചെലവാണെന്ന്. അപ്പോൾ കൃത്യമായിട്ടുള്ള നിർദ്ദേശം ഈ പണി നടത്തരുത് എന്ന് ബന്ധപ്പെട്ട ആളുകൾ പറഞ്ഞിട്ടും അന്ന് ഭരണത്തിലുണ്ടായിരുന്ന UDF ഭരണസമിതിയും ഇപ്പോൾ നിലവിൽ ഭരണം തുടരുന്ന ഭരണസമിതിയും കൂടിയാണ് ഇത് കൈകാര്യം ചെയ്തത്. കാരണം ഇതിൻ്റെ ഓഡിറ്റ് റിപ്പോർട്ട് എന്തായാലും പഞ്ചായത്തിൽ എത്തിയിട്ടുണ്ടാകും. അത് ഭരണസമിതിയിൽ വരാതെ പൂഴ്ത്തിവെച്ച് ഈ ഗുരുതര ക്രമക്കേടിന്, അഴിമതിക്ക് ഈ ഭരണസമിതി കൂടി കൂട്ടുനിന്നു എന്നുള്ളതാണ് പ്രധാനമായിട്ടും സൂചിപ്പിക്കാനുള്ളത്. ഇതിൽ വ്യക്തമായി പറയുന്നുണ്ട്, ഈ ISO
അംഗീകാരം ലഭ്യമാകുന്നതിന് വേണ്ടിയിട്ടാണെന്ന് പഞ്ചായത്ത് പറയുന്നുണ്ട്. പക്ഷേ ആ ISO അംഗീകാരം ലഭ്യമാകുന്നതിന് വേണ്ടിയെന്ന് പറയുമ്പോൾ നാഷണൽ ഹൈവേ അതോറിറ്റി പൊളിച്ചു മാറ്റാൻ വേണ്ടി നോട്ടീസ് കൊടുത്തിട്ടും ISO അംഗീകാരം ലഭിക്കാൻ വേണ്ടി ഇത് ചെയ്തു എന്ന് പറയുന്നത് ന്യായീകരിക്കാൻ കഴിയില്ല എന്ന് തന്നെ ഓഡിറ്റർമാർ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല, ഉചിതമായ നഷ്ടപരിഹാരം, ഈ ഫണ്ട് പാഴായതിന് ഉചിതമായ നഷ്ടപരിഹാരം ലഭ്യമാക്കുന്നതിന് വേണ്ടി പഞ്ചായത്ത് ഭരണസമിതി നടപടി സ്വീകരിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഈ കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ഇതിലൊരു കാര്യം വ്യക്തമാണ്. ഇത് അന്നത്തെ ഭരണസമിതി, UDFൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി ആളുകളും ബന്ധപ്പെട്ട നിർവഹണ ഉദ്യോഗസ്ഥന്മാരും ഒത്തുചേർന്നുകൊണ്ട് നടത്തിയ ഒരു പാഴ്ചെലവിലൂടെ നടത്തിയ വലിയൊരു അഴിമതിയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇത് ഇത്രയും കാലം ചോദ്യം ഉണ്ടാവും, ഇത് ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഭാഗമായിട്ടാണോ ഞങ്ങൾ പുറത്തു വിട്ടതെന്ന്. തീർച്ചയായിട്ടും അല്ല. ഇത് വ്യക്തമായ ഭരണസമിതിയിൽപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ തന്നെ ഇത് ഞങ്ങൾക്ക് ഈ അടുത്ത ദിവസം കൈമാറുകയാണ് ഉണ്ടായത്. കാരണം അവരെ ചിലപ്പോൾ മനസ്സാക്ഷി കുത്തായിരിക്കാം, അല്ലെങ്കിൽ ഈ നടന്ന പാഴ്ചെലവ് ജനങ്ങൾ അറിയണം എന്നുള്ളൊരു താല്പര്യത്തിൻ്റെ ഭാഗമായിരിക്കാം. അപ്പോൾ അത് കിട്ടിയ ഉടനെ തന്നെയാണ് ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വിശദീകരിക്കുന്നത്. ഇത് ജനങ്ങളോട് നടത്തിയ, ജനങ്ങളുടെ തനത് ഫണ്ട് ഉപയോഗിച്ചാണിത് അധിക പൈസ ഇതിന് ചിലവാക്കിയിട്ടുണ്ട്. അപ്പോൾ ജനങ്ങളോട് നടത്തിയ ഒരു അനീതിയാണ്, വെല്ലുവിളിയാണ്, അഴിമതിയാണ്. ഇതിനെക്കുറിച്ച് DYFI എന്നുള്ള രൂപത്തിൽ ഞങ്ങൾ കൃത്യമായി ഇത് ബന്ധപ്പെട്ട മന്ത്രിക്കും വിജിലൻസിൽ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഇനി അടുത്ത ദിവസം തന്നെ പരാതി നൽകും എന്നുകൂടിയാണ് ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാൻ. ഇതാണ് ഇന്ന് വാർത്താ സമ്മേളനം നടത്തിയ പ്രധാനപ്പെട്ട ഒരു കാരണം. അല്ല, 2019-20 അവസാന കാലഘട്ടത്തിലാണ് ഇത്. കാരണം ഹൈവേ അതോറിറ്റി അപ്പോഴാണ് നോട്ടിഫൈ ചെയ്തത്. 2018 നോട്ടിഫൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ നോട്ടിഫൈ ചെയ്തതിന് ശേഷമാണ് ഇത് പദ്ധതിക്ക് അംഗീകാരം കൊടുക്കുന്നതും ഇതിൻ്റെ പ്രവൃത്തി നടത്തുന്നതും. പക്ഷേ ഈ 2020 ഭരണസമിതി, പുതിയ ഭരണസമിതി ഈ റിപ്പോർട്ട് എന്ത് ചെയ്യാൻ പൂഴ്ത്തി വെക്കുകയാണ് ചെയ്തത്. ഇത് കൃത്യമായിട്ട് വായിച്ചാൽ തന്നെ അറിയാം ഇതിൻ്റെ വിശദീകരണം. ഇത് സെക്രട്ടറി ഇത് ചോദിച്ച ആളുകൾക്ക്, ഇത് ഞങ്ങൾക്ക് തന്ന ആൾക്ക് അത് എനിക്കറിയില്ല, വ്യക്തമല്ല. പക്ഷെ ഇത് ശരി പകർപ്പിന്റെ കയ്യിലുണ്ട്. അതെ, ഓഡിറ്റ് റിപ്പോർട്ടാണ് കൈമാറി. അതെ അതെ, കൊടുത്ത അതെ 33 ലക്ഷം രൂപ. അതായത് ഓഡിറ്റ് റിപ്പോർട്ട് അല്ല, സൂചന എത്ര ഉള്ളൂ. അതായത് ഓഡിറ്റ് റിപ്പോർട്ട് ആർക്കും ലഭ്യമാകും. പക്ഷേ ഇതിന്റെ ആധികാരിക ഉറപ്പ് വരുത്തേണ്ടത് സെക്രട്ടറി ആണല്ലോ. അതുകൊണ്ടാണ് ശരി പകർപ്പ് എന്ന് പറഞ്ഞിട്ട് കൈകാര്യം സ്വീകരിച്ച് തന്നത്. അതെ, റിപ്പോർട്ടിൽ തന്നെ പാഴ്ചെലവ് എന്നുള്ള രൂപത്തിലാണ് വന്നത്. അതെ, അതായത് ഈ അസാധാരണമായ ഇപ്പോൾ ഈ സുഹൃത്ത് സൂചിപ്പിച്ചതുപോലെ സാധാരണ ഓഡിറ്റ് റിപ്പോർട്ടിലൊന്നും ഇങ്ങനെ ഹെഡിങ് തന്നെ പാഴ്ചെലവ് എന്ന രൂപത്തിൽ കാണാറില്ല. അത് നമ്മളെ വിശകലനം ചെയ്തിട്ടാണ് ചെയ്യാം. ഏത് വേറെ അല്ല, എനിക്ക് കിട്ടിയതില്ല. പക്ഷെ ഇതാണ് അതെ അതെ, പഞ്ചായത്ത് സെക്രട്ടറി അല്ല ഞങ്ങൾക്ക് തന്നത്, ഞങ്ങൾക്ക് ഒരു വികാംക്ഷിയാണ് തന്നത്. അല്ല, അതായത് ഈ ഓഡിറ്റ് റിപ്പോർട്ട് പൊതുജനങ്ങൾക്ക് ലഭ്യമാണ്. പക്ഷെ ഇത് ശരി പകർപ്പാണോ എന്നുള്ളത് വ്യക്തത വേണമല്ലോ. അപ്പൊ ഞങ്ങൾക്ക് അടിച്ചുണ്ടാക്കാം. അതിന് ആ ആധികാരികൾക്ക് വേണ്ടിയായിരിക്കാം മൂപ്പര് ഈ സെക്രട്ടറിയുടെ ഔദ്യോഗിക ഒപ്പും സീലും വെച്ചിട്ട് തന്നത്. പുറത്ത് വന്നിട്ടില്ലേ? അതാണ് ഞങ്ങൾ പറഞ്ഞത്. അതായത് ഭരണസമിതിയുടെ അംഗീകാരം ഇല്ലാതെ ഇതിന് ഓർഡർ കൊടുത്തു എന്നുള്ളത് ഒന്നാമത്തെ ഗുരുതര കുറ്റം.
അത് ഇതിൽ വ്യക്തമായി സൂചിപ്പിക്കേണ്ട ഒരു ന്യായീകരണം അതിൽ നടത്താൻ വേണ്ടി പറ്റില്ല എന്നല്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിച്ചത്? അപ്പോൾ ഇതിലൊരു കാര്യം വ്യക്തമാണ്, ബന്ധപ്പെട്ട നിർവഹണ ഉദ്യോഗസ്ഥരും ഭരണസമിതിക്കാരും നടത്തിയ ഒത്തുകളിയുടെ ഭാഗമായിട്ടാണ് ഇത് ഈ 33 ലക്ഷം രൂപ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത്. അല്ല, ഇതിൽ അവസാനത്തിൽ പറയുന്നുണ്ട്, പഞ്ചായത്ത് ഓഡിറ്റ് പറയുന്നുണ്ട്, ഇത് തിരിച്ചു ലഭിക്കുന്നതിനാവശ്യമായ നടപടികൾ ഭരണസമിതിയോട് സ്വീകരിക്കാൻ പറയുന്നുണ്ട്. അത് ഭരണസമിതി, ഏത് ഭരണസമിതി ആയാലും ആരെ വീഴ്ചയാണോ, ആരാണോ അഴിമതി നടത്തിയത്, അതിൽ ഭരണസമിതി അംഗങ്ങളുണ്ട്, ഉദ്യോഗസ്ഥന്മാരുണ്ട്. അത് വ്യക്തമായിട്ട് പറയുന്നില്ല. അത് അന്വേഷിച്ച് കണ്ടെത്തി ആരാണോ അഴിമതി നടത്തി അവരെ കയ്യിൽ നിന്ന് ഇത് ഈടാക്കി നിയമ നടപടി അതിൻ്റെ രൂപത്തിൽ സ്വീകരിക്കണം എന്നതാണ് ഞങ്ങൾ ആവശ്യം. അതെ, വന്നിട്ടുണ്ടായി. ഇല്ല, അതാണ് ഇതുവരെ ഇത് ബന്ധപ്പെട്ട ഞങ്ങളെ ബോഡിയിൽ വന്നിട്ടില്ല. അപ്പൊ അതാണ് ഞങ്ങൾ പൂഴ്ത്തിവെപ്പ് എന്ന് പറയുന്നത്. ഞങ്ങൾ പറഞ്ഞില്ല, ഇത് പൂഴ്ത്തിവെപ്പ് എന്ന് പറയുമ്പോൾ അതെ. ഇല്ല, പറഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഭരണസമിതി ഞങ്ങൾ അറിയാലോ. ഞങ്ങൾ ഭരണസമിതിയിൽ സ്വാഭാവികമായിട്ട് അജണ്ട വരുമ്പോൾ നമ്മൾ അറിയാലോ. അത് എന്തുകൊണ്ടാണെന്നുള്ള കാര്യം കൂടി അന്വേഷിക്കണം. കാരണം ഓഡിറ്റ് റിപ്പോർട്ട് വന്നാൽ അടുത്ത ഭരണസമിതിയിൽ തന്നെ ഓരോ വാർഷിക ഇതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയണം. ഈ പരാമർശം നീക്കി കിട്ടാൻ ബോർഡ് യോഗത്തിൽ എന്ത് ചെയ്യണം? ഇത് അവതരിപ്പിക്കണം. അതെല്ലാം ഈ ഓഡിറ്റ് റിപ്പോർട്ട് അവതരിപ്പിക്കൂല, ബോർഡ് മീറ്റിംഗിൽ അവതരിപ്പിക്കൂല. അതെ. അല്ല, ഞാൻ പറയട്ടെ, ഓഡിറ്റിന്റെ പ്രത്യേകത്വ പരാമർശമൊക്കെ വരുമ്പോഴല്ലേ നമ്മളെ ശ്രദ്ധയപ്പെടുക. ഇതിപ്പോ ഓഡിറ്റ് റിപ്പോർട്ട് തന്നെ ഉദ്യോഗസ്ഥന്മാരും ഭരണസമിതി ഇത് അവതരിപ്പിക്കേണ്ട, ഇത് വെക്കേണ്ടെന്ന് തീരുമാനിച്ചാലോ? അല്ല, അപ്പൊ ഈ 4 വർഷമായി, ഇപ്പൊ 5 വർഷമായല്ലോ. അപ്പൊ അതിന്റെ ഇടയിൽ ഇപ്പൊ പല ഓഡിറ്റർമാരായി പോകുന്നില്ല. അപ്പോൾ ആ ഒബ്ജക്ഷൻ പരാമർശം ഉള്ളതുകൊണ്ട് അതിനെ കുറിച്ച് പിന്നെ തുടർന്നുള്ള ഓഡിറ്റ് റിപ്പോർട്ടിലൊക്കെ വരില്ലേ, ഇങ്ങനെ മുമ്പത്തെ ഇത് ഉണ്ടായിരുന്നു, അതിപ്പോഴും വന്നിട്ടില്ല. നീ പഞ്ചായത്തിൽ വന്നുകൂടോന്നുള്ള അറിയില്ല. അതെ അതെ, ചിലപ്പോൾ ഉണ്ടായില്ല. അല്ല, അങ്ങനല്ല. അതായത് ഇത് വന്നപ്പോൾ തന്നെ, ഇതിപ്പോൾ ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ഈ തീരുമാനം എടുത്ത സമയത്ത് തന്നെ LDF മെമ്പർമാർ കൃത്യമായിട്ട് ഇതിന് വിയോജിപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് പാഴ്ചെലവായിട്ട് മാറും, ഇത് അഴിമതിയാണെന്നുള്ളത് അന്നത്തെ ഭരണസമിതിയിലെ LDF അംഗങ്ങൾ വിയോജിപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ഭരണസമിതി മീറ്റിംഗ് തീരുമാന മിനിറ്റ്സ് എല്ലാവർക്കും ലഭ്യമാവും. അത് കൃത്യമായിട്ട് നമ്മൾ അന്വേഷിച്ചാണ്. പക്ഷെ ഇതിൽ പ്രശ്നം എന്താ, പൈസയും ചിലവാക്കി ഹൈവേ വന്ന് ബിൽഡിംഗ് പൊളിച്ചതാ 2019-20. ഇല്ല, അത് വ്യക്തമല്ല. ഏത് പിന്നെ അതെ, അതായത് ഇത് ഓർഡർ കൊടുത്തതിന് ശേഷമാണ് ഭരണസമിതി ഇത് വരണത്. ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന്. അപ്പോൾ ആ യോഗത്തിൽ LDF അംഗങ്ങൾ അതിനെ എതിർത്തിട്ടുണ്ട്. ഞാൻ ചൂണ്ടിക്കാട്ടി എന്താ വെച്ചാൽ, ശരിക്കും ഭരണസമിതിയാണല്ലോ ഇത് എന്തൊക്കെ കാരണം കൊണ്ടുവരണം തീരുമാനിക്കല്. ആ തീരുമാനം ഇല്ലാതെ ഓർഡർ കൊടുത്തു ആദ്യം തന്നെ. വർക്ക് കൃത്യമായിട്ട് നടന്നിട്ടുണ്ട്. പിന്നെ പൊളിച്ചു. അതായത് ഈ വർക്ക് നടന്ന് മാസങ്ങൾ കഴിയുന്നതിന് മുമ്പേ ആ ഇന്റീരിയർ വർക്ക് അടക്കം പൊളിച്ചു മാറ്റി. കാരണം നമ്മളെ അന്നത്തെ പഞ്ചായത്ത് ഓഫീസ് വെളിമുക്കാണ്, അതിന്റെ തൊട്ടടുത്തുള്ള ബിൽഡിംഗ് ഒക്കെ പൊളിച്ചു തുടങ്ങിയാണ്. അപ്പോഴും എന്ത് ചെയ്യാണ്, ഇവിടെ ഇതിന്റെ ഫൈനൽ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ പ്രധാനപ്പെട്ട കാര്യമാണ് എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ വാല്യുവേഷൻ നടന്നിട്ടില്ല എന്ന് പറയുമ്പോൾ എത്ര രൂപയാണ് ഇതിന് ചെലവാക്കിയെന്ന് പോലും എന്ത് ചെയ്യില്ല, വ്യക്തത എപ്പോഴും കിട്ടിയിട്ടില്ല. ഈ 33 ലക്ഷം രൂപ ചെലവാക്കിയോ, അല്ലെങ്കിൽ 33 ലക്ഷം രൂപേൻ്റെ വൗച്ചർ എഴുതിയെടുത്ത് കരാറുകാർ പൈസ കൊണ്ടുപോയോ എന്നൊക്കെ വ്യക്തത വരുത്തേണ്ടത് എഞ്ചിനീയറിംഗ് വിഭാഗമാണല്ലോ. ഓഡിറ്റ് റിപ്പോർട്ടിൽ രണ്ടാമത്തെ ഭാഗത്തിൽ നിന്ന് പറയുന്നു,
ഒരു അക്രഡിറ്റ് എഞ്ചിനീയറിംഗ് വിഭാഗമോ പഞ്ചായത്തിലെ എഞ്ചിനീയറിംഗ് വിഭാഗം പ്രവൃത്തിയുടെ വാല്യുവേഷൻ നടത്തിയായി രേഖകൾ ലഭ്യമാക്കിയിട്ടില്ല. ഫണ്ട് കൊടുത്തു. ഫണ്ട് കൊടുത്തിടണമെന്നില്ലേ? അത് തീർച്ചയാണല്ലോ, എന്തായാലും ഫണ്ട് കൊടുത്തിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അതാണ് ഇതിൻ്റെ പഞ്ചായത്ത് UDF ഭരണസമിതിയാണ് ഇതിൻ്റെ ഈ അഴിമതിക്ക് കൂട്ടിയിരുന്നത്. അന്ന് പ്രസിഡന്റ് ശ്രീമതി ഷെരീഫ കുട്ടശ്ശേരി ആയിരുന്നു. വൈസ് പ്രസിഡന്റ് അന്ന് അൻവർ സാദാത്ത് ആയിരുന്നു. അന്ന് ഞങ്ങൾ പറയുന്നു, ഉദ്യോഗസ്ഥരും നിർവഹണ ഉദ്യോഗസ്ഥരും അന്നത്തെ ഭരണസമിതിയും ചേർന്ന് നടത്തിയ ഒരു പാഴ്ചെലവും അഴിമതിയാണിത് എന്നാണ്. അപ്പോൾ അതിന് എന്താണോ നടപടി സ്വീകരിക്കാൻ കഴിയുക, DYFI എന്ന രൂപത്തിൽ ഞങ്ങൾ കൃത്യമായി ഇതിൻ്റെ പരാതിയായിട്ട് മുന്നോട്ട് പോകും. ഇത് വിശദീകരിക്കേണ്ടതും ഇത് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കേണ്ടതും. ഇന്നിപ്പോൾ അവരിൽ പലരും സ്ഥാനാർത്ഥികളാണ്. അപ്പോൾ അവരും കൂടി അതിൻ്റെ ഭാഗമായിട്ട് വിശദീകരിക്കണം. എങ്ങനെ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, അതിൽപ്പെട്ട ഒരു അഭികാംക്ഷി നമ്മളെ കയ്യിൽ ഏൽപ്പിച്ചാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട് എന്നുള്ള രൂപത്തിൽ. ഞങ്ങൾ കൈ കൂട്ടിയിടന്നെ ഞങ്ങൾ എന്ത് ചെയ്തു? ഇത് നിങ്ങളെ വെച്ച് അവതരിപ്പിച്ചു. അല്ലല്ല, അത് ഞാൻ പറയാനാവല്ല. ഒരു സോഴ്സിനെ നമ്മൾ വെളിപ്പെടുത്താൻ പാടില്ലല്ലോ. എന്തായാലും UDF ഒരു പ്രമുഖ ആളാണ് ഇത് ഞങ്ങൾക്ക് കൈമാറിയത്. അത്ര ഞങ്ങൾ പറയാം. അല്ലല്ല, അതൊന്നും ഞങ്ങൾക്ക് പറയാൻ ആളല്ല. അത് ഞാൻ പറയൂല. കാരണം നിങ്ങൾ പത്രക്കാർക്ക് ഒരു സോഴ്സിൻ്റെ നിങ്ങൾ പറയില്ലല്ലോ. അതുപോലെ തന്നെ എന്തായാലും അയാളുടെ ഉദ്ദേശം ഈ പാഴ്ചെലവിനെതിരെ അത് പുറത്തു വരണമെന്നും ഇതിൻ്റെ ഉത്തരവാദികളായ ആളുകളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം എന്നുള്ള നല്ല ഉദ്ദേശത്തിൽ കൂടി ഞങ്ങൾ കൈമാറിയതാണ്. ചിലപ്പോൾ മൂപ്പർക്ക് ഇത് സ്വമേധ അവതരിപ്പിക്കാനുള്ള എന്തെങ്കിലും പ്രയാസം ഉണ്ടായിരിക്കും. എന്തായാലും ഇത് ആരവതരിപ്പിച്ചാലും ഇത് കൃത്യമാണ്. ഈ രേഖ ഇതിൽ കൃത്യമായിട്ട് ഓഡിറ്റ് വിഭാഗം രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ. അല്ല, മിനിയാന്നാണ് കിട്ടിയത്. അല്ല, മിനിയാന്ന് കിട്ടിയത് എന്താ വെച്ചാൽ, ഒന്ന് ഞങ്ങൾ ഇപ്പം പഞ്ചായത്ത് ഇലക്ഷനാണല്ലോ, അതിന് തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ഫ്രീ കിട്ടിയപ്പം ഒന്ന് വിളിച്ചിരുന്നു വന്നു. അല്ല, അതിൻ്റെ വാല്യുവേഷൻ കൊടുക്കേണ്ടത് എഞ്ചിനീയറിംഗ് വിഭാഗമാണ്.